വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈസി ടേസ്റ്റി ക്യൂസിൻ. അപ്പോൾ നമ്മൾ റൈസ് സീരീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്കൊരു പ്രോൺ റൈസ് ആണ് കേട്ടോ. അധികം സ്പൈസസ് ഒന്നും ഇല്ലാതെ ഒരു കുക്ക് ചെയ്തെടുക്കുന്ന ഒരു പ്രോൺ റൈസ് ആണ്. അപ്പോൾ നേരെ തന്നെ നമുക്ക് എന്താ പറയുക നമ്മുടെ കുക്കിങ്ങിലേക്ക് പോകാം. അതിന് മുമ്പ് ഞാൻ ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടുന്നത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്, പിന്നെ എന്താ പറയുക ഏലക്ക ഉണ്ട്, ഗ്രാമ്പു ഉണ്ട്, ഒരു ക്യൂബ് ബട്ടർ ഉണ്ട്, പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. എനിക്ക് പേസ്റ്റ് ഇല്ലാത്തത് തന്നെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കറുവപ്പട്ട ഉപയോഗിക്കാം, ബേ ലീവ്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കറുവപ്പട്ട ഉപയോഗിക്കാം കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾ വേണം കേട്ടോ. പിന്നെ ഒരു മീഡിയം ടൈപ്പ് ഒരു 12 പ്രോൺസ് ആണ് എടുത്തേക്കുന്നത്. രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത്. മുഴുവനായിട്ട് ഒരു റൗണ്ടിൽ തന്നെ മുഴുവനായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. പിന്നെന്താ, പിന്നെ ഈ കപ്പിൽ അരക്കപ്പ് റൈസാണ്, ബസ്മതി റൈസാണ് ഞാൻ എടുത്തേക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ മോൾക്ക് പ്രോൺസ് അലർജിയാണ്, അവൾക്ക് സീ ഫുഡ് എല്ലാം ചെറുതായിട്ടൊരു അലർജിയൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവൾക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി മാത്രം കുറച്ച് റൈസിൽ ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നാരങ്ങ നീരൂടെ വേണം കേട്ടോ. ഒരു ചെറിയ നാരങ്ങയുടെ ഒരു 1/2 തൊട്ട് 3/4 അത്രയും മതി. അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എന്നാൽ നമുക്ക് ചോദിച്ചപ്പോൾ നമുക്ക് പറഞ്ഞ് നമുക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിക്കാം. കുറച്ച് മതി, നമുക്ക് പ്രോൺസ് അധികം ഇല്ലല്ലോ. അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടാം, കുറച്ച് ഉപ്പ്, കുറച്ച് നാരങ്ങ നീര് കേട്ടോ, അത്ര ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് തിളക്കട്ടെ. അപ്പോൾ ഈ തിളയ്ക്കുന്നതിലേക്ക് നമുക്ക് നമ്മുടെ പ്രോൺസ് ഇട്ട് കൊടുക്കാം. ഈ പ്രോൺസ് ഇതിൽ കിടന്നിട്ട് ഒന്ന് വെന്ത് ഈ വെള്ളം ഒന്ന് വറ്റി വരണം കേട്ടോ. അങ്ങനെ കിടക്കട്ടെ. പ്രോൺസിന് ഒരു 3/4 വേഗമൊക്കെ ആകുമ്പോൾ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇതൊരു 3/4 വേഗം ആയിട്ടുണ്ട്. നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വേറെ പാത്രത്തിലേക്ക് വെക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് ഓയിൽ മതി. ഇഞ്ചിയും നമ്മുടെ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കി സ്പൈസസും സവാളയും എല്ലാം ഒരുമിച്ചിടാം കേട്ടോ. അത് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഞാൻ 1/2 കപ്പ് റൈസ് എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു 3/4 കപ്പ് തൊട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. 1/2 ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട്. ബാക്കി നമ്മൾ വെച്ചിരുന്ന നമ്മുടെ നാരങ്ങ നീരല്ലേ, അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 ക്യൂബ് ബട്ടർ ഇടുന്നുണ്ട്. ഒന്ന് വെള്ളം തിളക്കട്ടെ. വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് കഴുകി വാരി വെച്ചിരുന്ന അരി ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ല, ഞാൻ 1/2 കപ്പേ എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇവിടെ അത്രയും ഉപയോഗിക്കാത്തോളാണ്. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ലോ ഹീറ്റിൽ ഒന്ന് മൂടി വെച്ച് വേവിക്കണം കേട്ടോ. അത് അവിടെ ഇരുന്ന് വേകുമ്പോഴത്തേന് നമുക്ക് ഇപ്പുറത്ത് നമ്മുടെ പ്രോൺസ് ഇല്ലേ, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ബാക്കിയുള്ള ബട്ടർ ചേർത്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. പ്രോൺസ് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് മാറ്റി വെക്കാം. നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ കാര്യം. നമുക്ക് മല്ലിയിലയും പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് അതും വെച്ചിട്ട് നമ്മൾ ഗാർണിഷ് ചെയ്യും. പ്രോൺസ് റൈസ് റെഡി ആയിട്ടുണ്ട്. വളരെ കുറച്ച് സ്പൈസസ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇപ്പം എല്ലാം എന്താ പറയുക, ഇതിലൊക്കെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പ്രോൺസ് വൃത്തിയാക്കിയും തരും. അപ്പം അതുകൊണ്ട് നമുക്ക് എളുപ്പമാണ്. വേറെ ഒന്നുമില്ലല്ലോ. കുറച്ച് ബസ്മതി റൈസ് വേണം, പ്രോൺസ് വേണം, അത്യാവശ്യം നമുക്കുള്ള സ്പൈസസ് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി പ്രോൺസ് നിങ്ങൾക്ക് വലുതായിട്ട് തന്നെ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. സോറി. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് പ്രോൺസിന് കുറച്ച് കൂടുതൽ ഒത്തിരി പ്രോൺസൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിലും പ്രോൺസിന് കുറച്ച് നമ്മൾ ആദ്യം പ്രോൺസ് ഇട്ട് ഒരു ഹാഫ് കുക്ക്ഡ് ആക്കില്ലേ, അപ്പോൾ ആ സ്റ്റോക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം.
നമുക്ക് പിന്നെ പ്രോൺസ് വേവിക്കാനായിട്ട്, റൈസ് വേവിക്കാനായിട്ട് കേട്ടോ. അപ്പം അങ്ങനെയും ചെയ്യാം. ഇത് അല്ലെങ്കിൽ നമുക്ക് ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് ആ സ്റ്റോക്ക് ഞാൻ എടുക്കാത്തത്, കാരണം ഒത്തിരി ഇല്ലല്ലോ. അപ്പോൾ എല്ലാവരും നമ്മുടെ പ്രോൺസ് റൈസ് ട്രൈ ചെയ്യുന്ന പ്രതീക്ഷയോടെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ഞാൻ മറന്നുപോയി, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.